മക്കളെ, അപ്പൊ SSLC പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു മാത്സിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനുമായിട്ടാണ് സാറിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഒരു വലിയൊരു സർക്കിൾ ഉണ്ട്, അതിന്റെ അകത്ത് ഒരു ഇന്നർ സർക്കിൾ ഉണ്ട്. ഇതിനെങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും തന്നിട്ടുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എല്ലാ വശങ്ങളും സെയിം ആയിരിക്കും, മാത്രമല്ല അതിന്റെ ഓരോ കോണുകളും ഓരോ ആംഗിളുകളും 60 ഡിഗ്രിയും കൂടെ ആയിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് നോക്കൂ. ഈ ഒരു സ്മാൾ സർക്കിളിന്റെ റേഡിയസ് 6, ഈ ലാർജ് സർക്കിളിന്റെ റേഡിയസ് 2r ആണെന്ന്, അതായത് കുഞ്ഞു സർക്കിളിന്റെ റേഡിയസിന്റെ ഇരട്ടിയാണ്, ഡബിൾ ആണ് വലിയ സർക്കിൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന്. അപ്പൊ അതിന്റെ ഓരോ കോണും നിങ്ങൾക്ക് അറിയാം 60 ഡിഗ്രി ആണെന്ന് അല്ലെ. ഓരോ കോണും 60 ഡിഗ്രിയാണ്. ഓരോ കോണും 60 ഡിഗ്രി ആവുമ്പോൾ ഈ ഒരു പീസ് മാത്രം എത്ര ഡിഗ്രി ഉണ്ടാവും? 30 ഡിഗ്രി ഉണ്ടാവും അല്ലെ. ഇത് 30 ഡിഗ്രി ഉണ്ടാവും. ഇനി നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ടാൻജന്റ് ഉണ്ട്, കോഡും ഉണ്ട് അല്ലെ. ടാൻജന്റും ഉണ്ട്, കോഡും ഉണ്ട്. ടാൻജന്റും കോഡും ചേരുന്ന സ്ഥലം എത്ര ഡിഗ്രി ആയിരിക്കും? ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഇവിടെ 30, ഇവിടെ 90 അല്ലെ. ഓട്ടോമാറ്റിക്കലി ഒരു ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര കിട്ടും? 60. അതായത് 30, 60, 90 അല്ലെ. ഇനി നമുക്ക് ട്രിഗണോമെട്രി ലോ നോക്കാം. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അല്ലെ. അതായത് r√3 2r. നോക്കൂ, 30ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 6, 60ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ഭാഗം r√3 അല്ലെ. ഇനി നോക്കൂ, 90ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ്? 2r. 90ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 2r. അങ്ങനെയെങ്കിൽ സ്മോൾ സർക്കിളിന്റെ റേഡിയസിന്റെ ഡബിൾ അല്ലേ വലിയ സർക്കിൾ? ഓക്കെ, അപ്പൊ മറ്റൊരു ഷോർട്ടുമായിട്ട് സാറിന് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ.